വർഷങ്ങൾക്ക് ശേഷം സ്വന്തം യജമാനെ കണ്ട നായെ പോലെയാണ് പൊക്കൊത്ത. ആദ്യം ഒന്ന് കുരയ്ക്കും, പിന്നെ വാലാട്ടിക്കൊണ്ട് ഓടിക്കും. പിന്നെ കാൽക്കൾ വന്ന് കിടക്കും. ഹായ് ഗൈസ്, പുതിയതിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോസിനൊക്കെ എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് വലിയൊരു താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്നത്തെ മാച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ ജിറോണായിട്ടാണ്. അപ്പം അത്യാവശ്യം ഒരു നല്ലൊരു മാച്ച് തന്നെയാണ് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നോക്കാം, കഴിഞ്ഞ കളിക്ക് നമ്മൾ വിന്നാണ്. അപ്പോൾ ഈ ഒരു സീരീസ് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം, വല്ല മാറ്റം വരുത്തണമെങ്കിൽ. ഓക്കെ, നമ്മൾ ഫെറാൻ ടോറസ് എന്തായാലും നല്ല ഫോമിലുണ്ട്. പിന്നെയുള്ള ഗാവി നല്ല ഫോമിലുണ്ട്. ഇനിയസ്റ്റൊക്കെ വരും, ഗാവിൻ്റെ അടുത്തായിരിക്കും നല്ലത്. ഓക്കെ, വേറെ ആരാണ്? ക്രൈഫ് ഉണ്ട്. നമ്മൾ എപ്പോഴും ഇടുന്നതാണ് ക്രൈഫൊക്കെ കിട്ടട്ടെ. എന്തായാലും സെയിമിലായിട്ട് നമ്മളെപ്പോഴും കളിപ്പിക്കുന്ന പ്ലേയേഴ്സ് തന്നെയാണല്ലോ. ഓക്കെ, അപ്പം ഇത്രമാത്രം നമ്മൾ സ്ക്വാഡിൽ മാറ്റം വരുത്തുള്ളൂ. ഞാൻ തോന്നിയ പോലെ ഇടുന്നതാണ്, വലിയ സംഭവമായിട്ട് ഇടുന്നതല്ല കേട്ടോ. ഇതാണ് ഓപ്പോണൻറ്റ് ടീം. എന്തായാലും കളിയിലേക്ക് പോകാം ഗൈസ്. വൈസ് എന്തായാലും നമ്മുടെ മാച്ചിവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. നോക്കാം, ഇന്നത്തെ കളി നമുക്ക് എന്തായാലും മെസ്സി മാജിക്ക് ആവുക ഗൈസ്. എല്ലാ കളിയും നമ്മളെ മെസ്സിയാണ് നമ്മളിങ്ങനെ അടിച്ച് തൂക്കി തരുത്ത്. എന്നെങ്കിലും അതൊന്ന് കണ്ടാൽ മതി. അപ്പം ഓക്കെ, മെസ്സിൻ്റെ തന്നെയാണ് പ്ലെയർ ഉള്ളത്. ഇപ്പം ഓക്കെ, ഈ സ്ക്രീൻ റെക്കോർഡിൻ്റെ പ്രശ്നമാണ്. ഫസ്റ്റ് ഒരു ലാഗ് ഉണ്ടാവും, പിന്നെ പഠിക്കേണ്ടത്. ഫസ്റ്റ് ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. 2-3 പാസ് കൊടുക്കുമ്പോഴത്തേക്ക് ശരിയാവും. ലാഗ് മീൻസ് നിങ്ങൾക്ക് ലാഗ് ഉണ്ടാവില്ല, എനിക്ക് കളിക്കുമ്പോൾ ലാഗ് ഉണ്ട്. ഓക്കെ, ഫെറാൻ ടോറസ് മെസ്സി. ഓ ഷിറ്റ്, അല്ലെങ്കിൽ നമുക്ക് ആ ഗോൾ മെസ്സിയുടെ ഐക്കോണിക് ഗോൾ റീക്രിയേറ്റ് ചെയ്യാൻ റയലിൻ്റെ ഒപ്പം ഉള്ള ഷിറ്റ് നൈസ്. പറഞ്ഞില്ല, റയലിൻ്റെ കളിയൊക്കെ 28ാമത്തെ മാച്ചിലേക്കാണ് വരുന്നത്. നമുക്ക് കളിക്കാം. ഹെറാര അവിടുന്ന് പാസ്. ഓ മുമ്പിൽ, ഓ ഇല്ല, ജസ്റ്റ് ഗൈസ്. ജാക്ക് ആൻസലോ ഈസ് ലിറ്റ്. അപ്പോൾ വെയിറ്റ് ചെയ്തു. ഓക്കെ, മെസ്സി. ഐഷ്, എൻ്റെ മോനെ എന്താ സ്റ്റഡ് വെച്ച് നോക്കി കീപ്പർ. അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരിക്കുമോ? അടി. ഓക്കെ, അപ്പോൾ കൊണ്ടേ ടു ജാക്ക് ആൻസലോ. പെഡ്രി ടു മെസ്സി. ഷിറ്റ്, ഓഫ്സൈഡ് ആണോ? അല്ല. അയ്യേ, നല്ല ചാൻസുകൾ. മെസ്സിനെ കൊണ്ട് കയറാം. ഓ ഷിറ്റടാ, മെസ്സിനെ കൊണ്ട് കയറ്. ഞാൻ തന്നെ പറഞ്ഞ പോലെ കളിക്കണ്ടേ, നിങ്ങളോട് പറഞ്ഞിട്ട് ഇല്ല. കയറ്. സാവിയോ ടു എന്താ ബിസ്ക്കറ്റ്സ് ആണ്. ബിസ്ക്കറ്റ്സിൽ എന്തെല്ലോ കളി കളിക്കുന്നുണ്ട് കേട്ടോ. ലൈസ് ജാക്ക് ആൻസലോ അഗൈൻ സാവിയോ ഭയങ്കര ടെറർ കളി. ക്രോസ്. ലൈസ് ടർസ്റ്റഗൻ ഉയിര്. ക്രൈഫ്. ഓ ബോളൊന്ന് തട്ടിയടിക്ക് നോക്കിയാൽ ഡോബിക്കാണ്. ഓ മാൻ, വാട്ട് എ ഷോട്ട്. ഷിറ്റ്, പേടിയാണ്, വളരെയധികം പേടിയാണ്. ഇങ്ങനത്തെ ഷോട്ടെല്ലാം വരുമ്പോൾ പേടിയാണ്. നമ്മൾ ഒരു 2-3 ഗോൾ അടിച്ച് വെച്ചാൽ പിന്നെ ആ ഒരു ടെൻഷനും പോയി കിട്ടും. ഷോർട്ട് കോർണറിനാണ് ശ്രമിച്ചത്. ശ്രമം മാത്രമേ ഉള്ളൂ. കണ്ട, നമുക്ക് കൈമ കിട്ടി. ഓക്കെ, ഒരു ത്രൂ ഡൗൺ. ബൾഡേ. ഔ ഷിറ്റ്. ഓ മാച്ചപ്പ്. ഹിവിഗോ. ഓ ഞാൻ ഹിവിഗോ പറഞ്ഞത് നമ്മളെ ഇവൻ എടുക്കുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ടർസ്റ്റഗന് കിട്ടിയ ഭാഗ്യം. പെഡ്രി ടു ജാക്ക് ക്യാൻസലോ ടു ഫെറാൻ ടോറസ്. അഗൈൻ ക്യാൻസലോ. എടാ മുത്ത, ഞാൻ പറഞ്ഞു ക്യാൻസലോ ഈസ് എ ലിറ്റ് ഗൈസ്. എ ലിറ്റ് കിടലടി. ആ മാറ്റിലും അടിയൊക്കെ ഉണ്ടല്ലോ, പക്ക ഗൈസ്. അപ്പം കുറം കേൾക്കണോ? മെസ്സിനെ കൊണ്ട് അടുപ്പിക്കാം നമുക്ക്. മെസ്സിനെ കൊണ്ടടിച്ചാൽ അടിക്കുക, എന്താ പറയുക, ഗോൾ പോകാൻ ഒരു പ്രോബിലിറ്റി ഇന്ത്യയിൽ ഒരു വിശ്വാസം കൂടുതലാണ്. അപ്പം അയ്യോ, ഇത് പോരാ. അഗൈൻ നമുക്ക് തന്നെയാണ് ബോൾ. ഇല്ല, ക്ലിയർ ചെയ്തിട്ടുണ്ട് ഗൈസ്, സാധനം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഗൈസ് നോയ്സ് ഉണ്ടെങ്കിൽ ശ്രമിക്കുക. നമ്മളിപ്പം വേറെ സ്ഥലത്താണുള്ളത്, അതുകൊണ്ടാണ്. സ്ക്രൈഫ്. ഓ ഗൈസ്, ഓഫ് സൈഡ്. ഞാൻ അങ്ങനെ തന്നെ വരൂ. ഓഫ് സൈഡ് പോട്ടെ, പിന്നെ അവിടെ പോയി ഓഫ് സൈഡ് ആവില്ലേ. അടി നമുക്ക് മെസ്സിനെ കുറച്ച് അങ്ങോട്ട് കൊണ്ടുവെക്കാം. അവിടെ കൊടുത്തിനില്ല ഇപ്പം. ഞാൻ കിട്ടി മെസ്സിക്കിനെ. എയ്റ്റ്സ് ഫോർ ടോറസ്. പെഡ്രി. ഇറ്റ്സ് എ ഗോൾ. ക്രൈഫ്. ഈ ക്രൈഫ് ഈ ഇടയിട്ട് എന്തോ ഒരു പോരായ്മ. ചെക്കൻ ആരോ എന്തോ പറഞ്ഞാൽ തളർത്തിന്ന് തോന്നാരോ. ബിസ്ക്കറ്റ്സ് അവിടെ തന്നിട്ട് ഒറ്റ പോക്ക്. ഇന്ന് മോനെ പോയിക്കോ പറഞ്ഞിട്ട് മുമ്പോട്ടേക്ക് വരുന്നവരും അടിക്കുന്നില്ല. ക്രൈഫ് ഇല്ല. കവി
ക്രൈഫ് ടു മെസ്സി, മെസ്സി ടു പെഡ്രി. ഇറ്റ്സ് പെഡ്രി. യങ് പ്ലേയേഴ്സിൻ്റെ വയസ്സിന് എല്ലാവരും യങ് പ്ലേയേഴ്സിനെ കിടിച്ച് കയറ്റலாம். യങ് നെയ്മർ നമ്മുടെ അടുത്ത്, യങ് നെയ്മറിന് പറഞ്ഞാൽ നെയ്മർ നമ്മൾ സെക്കൻഡ് ഹാഫ് ഇറക്കും ഗൈസ്. നെയ്മറിനൊരു കുറവുണ്ട്. എൻ്റെ ഒരു മനസ്സ് പറയുന്നത് ഈ കളിയിൽ മെസ്സി മാജിക്കിനേക്കാളും നെയ്മർ മാജിക്കായിരിക്കും കളിക്കാം. നെയ്മർ ഇറക്കി എങ്ങനെയും ഗോൾ വേണ്ട ഗൈസ്. മെസ്സി അങ്ങനെ തന്നെയാണ്, പക്ഷേ മെസ്സിന് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഗോ വദ്ദ ഇവൻ മാർട്ടിൻ. ഓ ഹാഫ് ടൈം ആയതല്ലേ, ഫൗളാ. നമ്മെന്താക്കിയിട്ട് ഇപ്പോൾ ഫൗള് എന്തെല്ലോ കൊടുക്കല്ലേ പിള്ളേർ പറയുന്നതിന് കണക്കായിട്ടില്ലടാ. ഇനി ഈ ഫൗൾ അടിച്ചപാട് ഹാഫ് ടൈമാണ്, അല്ലെങ്കിൽ ഇവർ കോയ വാങ്ങിയിട്ട് കളിക്കുന്നു. അല്ല ഹാഫ് ടൈമാണ്. വയസ്സ് എന്തായാലും ഹാഫ് ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് സബിലേക്ക് പോവാം. നമുക്ക് ആരൊക്കെയാണ് ഇറക്കേണ്ടതെന്ന് വെച്ചാൽ നോക്കാം. ഫോർവേഡിൽ ഇപ്പോൾ എന്താണ്, ഫോർവേഡിൽ മെസ്സി എൻ്റെ ഇഷ്ടമാണ്. ഫെറാൻഡോസ് നല്ല മേലെയുണ്ട്. കൊണ്ടൊക്കെ നമുക്കിവിടെ ഇറക്കാം. പിന്നെ ആരാണ്, പിന്നെ ആരുമില്ല ഗൈസ്. ഓക്കെ, എന്തായാലും നെയ്മറിനൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കാം ഗൈസ്. കാരണം മെസ്സിനെ എന്തോ ഒഴിവാക്കുന്നില്ല. കാരണം മെസ്സി എപ്പോഴും ഗോൾ അടിക്കുന്നത്, മെസ്സി ബിലീവ് ഇൻ മെസ്സിയാണ് ഗൈസ്. ഇപ്പം നമ്മളെ മച്ചാൻ കയറിയിട്ടുണ്ട്, ഗുണ്ടകൻ കയറിയിട്ടുണ്ട്. ഗുണ്ടകൻ എന്ന് പറഞ്ഞാൽ മിന്നാന്നല്ല ശരിയായ കളി എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് മിഡിൽ നിന്നിട്ട് ഉള്ളൊരു ബെസ്റ്റ് പെർഫോമൻസിൻ്റെ ചങ്ങായി കാഴ്ച വെച്ചിന് കഴിഞ്ഞ ലാസ്റ്റ് കളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഫെറാൻഡോറസ്, യെസ് അഗൈൻ ടു ഫെറാൻഡോറസ്. ജലദോഷം പിടിച്ച് പനി വരുന്നുള്ളൂ, മിക്കവാറും പണി കിട്ടും. ഹിവിഗോ ബുസ്കറ്റ്സ്, ഗാവി. ഗാവിനെ വെച്ച് അടിച്ചാൽ മതിയില്ല. ഞാൻ വെറുതെ ഒരു ത്രൂടാൻ നോക്കി. ഞാൻ ശക്തത്തൊരു ത്രൂട്ടിട്ട് നമ്മൾ സാധാരണ അടിക്കുന്നതല്ല, ടാപ്പിൻ ചെയ്തിട്ട് അത് ഞാൻ ജസ്റ്റാ വെറുതെ ആവേശപ്പരുതമായി കുട്ടികൾ ജോക്കൻസിൽ നല്ലൊരു അല്ല, കുറച്ച് ദൂരോട്ട് പോയി നല്ലൊരു അല്ല. അപ്പം ത്രോ ആയിട്ടുണ്ട്. കിട്ടും കളി കിട്ടും കേസ്. ഇത് തോറ്റാൽ പിന്നെ മുമ്പ് ഒന്നിനും നിൽക്കണ്ട. അത്ലറ്റിക്കോൻ്റെ ഒപ്പം തോറ്റ് ശരി. ഇത് എന്തോ തോക്കാൻ ചാൻസ് ഉണ്ട്. പൊട്ടങ്ങളി തുടങ്ങിയിട്ട് ഗൈസ്, എൻ്റെ പൊട്ടങ്ങളി തുടങ്ങി. ഇത് എത്രാമത് മിനിറ്റില്ല, 55 മിനിറ്റില്ല ഞാൻ പൊട്ടങ്ങളി തുടങ്ങുന്നല്ലേ ഗൈസ്. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. കൊണ്ടിട്ട് ഞാൻ ഇത് എടുക്കത്തിൽ പാസ് കൊടുക്കുന്ന ചൊറയായിരുന്നു. ഇല്ല, അറഞ്ചം പുറഞ്ചം അടിച്ചിട്ട് ബോൾ എടുക്കല്ലേ. ബാക്കോ ബാൾഡെ ബാൾഡേ ഗൈസ്. ഇവൻ്റെ പേരെന്നാടാ, ഷിങ്കോവ്. യെസ് കോസ്. ഇല്ല ക്രൈഫ് ടു മെസ്സി ടു ഗുണ്ടകൻ ടു മെസ്സി അഗെയിൻ. മെസ്സി ടു എന്താ പറ്റിയത്, ഗാവി ടു ഫെറാൻഡോറസ്. മെസ്സി ഹൗ മോനെ, എന്താണ് ഈ ചെറിയ ടീമിൻ്റെ എല്ലാം കീപ്പർ അങ്ങനെ ഇത്രയും കിടിലം പോലെ വരുന്നു. മെസ്സിക്കൊന്നും നടക്കുന്നില്ല ഗൈസ്, സംഭവം നടക്കുന്നില്ല ഗൈസ്. മൊത്തത്തിലെന്തോ പണി വാളിയ ലക്ഷണമുണ്ട്. നോക്കിയാൽ ഗൈസ് നല്ലൊരു ട്രൈ ചെയ്യുന്നു. ഒറ്റക്കതിനെ കൊണ്ടൊരു ചെയ്ത് ഞങ്ങൾ സബ് അറിയിക്കാനൊന്നുണ്ട് ഗൈസ്. നമ്മളെ ചെക്കൻ ഇറക്കിയാലോ, മെസ്സിക്കാരൻ നെയ്മറിനെ ഗൈസ്. ഫെറാൻഡോറസ് നല്ല ഫോമിലുണ്ട്. ഫെറാൻഡോറസിനും കീക്കാൻ തന്നില്ല. കീച്ചേക്കളെ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈഫ് വരും. പിന്നെ വർത്തയില്ല. നെയ്മറിനെ ഇറക്കാം. കുറേ ജാവ് ഫെലിക്സിനെ ഇറക്കിയാലോ എന്നുണ്ട് ഗൈസ്. റഫീനെ നിൽക്കൂല ഗൈസ്, AMF സെറ്റാകുന്നില്ല. നമുക്ക് നമ്മളെ മച്ചാനെ വിളിക്കാം AMF. ഇനി പക്ഷേ നല്ല ത്രൂ കൊടുക്കും. ജാവ് ഫെലിക്സിനെ ഇറക്കിയാൽ ഗൈസ്. ലെവൻഡോസ്കിയാണോ ജാവ് ഫെലിക്സ് ആണോ? ലെവൻഡോസ്കിനെ എനിക്ക് വിശ്വാസമില്ല, കഴിഞ്ഞ കളി മുതലേ വിശ്വാസമില്ല. ഒരുമാതിരി സാധനം ഗൈസ്. മെസ്സി പോയി, ഇനിയിപ്പോൾ അവരൊന്നടിച്ചില്ലെങ്കിൽ മെസ്സി പറയും നിന്നിയെല്ലാം എന്നെ ചെപ്പിയിട്ടല്ല. ഞാൻ വെച്ചാൽ ഗോളാം ഗൈസ്. എൻ്റെ മോനെ, ഇവിടെ പല ടൈപ്പ് കളി നടക്കുന്നുണ്ട് കേട്ടോ. ഒരു പരിപാടി നടക്കുന്നില്ല. നെയ്മർ കണ്ടീഷൻ നോർമലാണ് ഗൈസ്. ബൾഡേ ഗാവി ടു ജാവ് ഫെലിക്സ് ടു. ഇനി ആരിറക്കിയാലും കണക്കാന്നല്ലടാ. പിള്ളേർ ചാമ്പി ഇടയാണ്, ശരിയായ ചാമ്പലെന്ന് പറഞ്ഞാൽ പിള്ളേർ ശരിയായ ചാമ്പൽ. നമുക്ക് എന്തായാലും ഇതടിക്കേ. എന്തോളം ഞാൻ ആദ്യമായിട്ട് പെസ് കളിക്കുന്നതാണ്, ഇതെല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ നല്ല അറ്റത്തേക്ക് കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് ആയാൽ മതി ഗൈസ്. എന്നാൽ പിന്നെ നല്ല ഇത് പോയിന്. പറ്റില്ല, പോട്ടെ. ഹെവിഗോ. അയ്യോ സ്ഥലം മാറിപ്പോയി. കുറച്ചും കൂടി ഇപ്പുറത്താണെങ്കിൽ നമുക്ക് കിട്ടുവാനും. ഇതിപ്പോൾ ഇവർക്ക് തന്നെ പൊസിഷൻ ഉണ്ടാവുക. നല്ല കളി കളിക്കുന്നുണ്ടല്ലോ. ഇല്ല, നമ്മൾ ചെയ്യുന്നത് ഗൈസ്. ഹെവിഗോ ബാൾഡെ. ഗാവി ടു നെയ്മർ ടു ഫെറാൻഡോറസ്. ഫ്ലിക്സ് ആണല്ലേ. ഇനിയസ്റ്റ.
ഇനിയസ്റ്റ ബോൾ എടുക്കടാ. സെർജിയോ ബുസ്കറ്റ്സ്. ജാവോ ഫെലിക്സ് എല്ലാം ബാക്കിലേ പായുന്നുണ്ട് ഗൈസ്. അരോഹോ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ പിന്നെയും മിസ് പാസ്സാണ് ഗൈസ്. ഫുള്ള് മിസ് പാസിൻ്റെ മംഗലപ്പുര ആകുന്നുണ്ട് ഞാനിപ്പോൾ. പിന്നെ അടുത്ത കളിയെങ്കിൽ സെറ്റ് നോക്കി കളിക്കണത്. കൂളായിട്ട് എടുത്തോണ്ട് പോന്നാ. ഗൈസ് ടെർ സ്റ്റെഗൻ്റെ സേവിയർ എന്തായാലും ഇത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. ഇപ്പോൾ ഒരു ഗോൾ വീണെങ്കിലേ നമ്മൾ ഈ കളി തോറ്റിന് ഗൈസ്. സമനില എങ്കിലും പിടിക്കണം എന്നുള്ളൊരു ബോധത്തിൽ കളിച്ചപ്പുറം ഗുണ്ടകൻ ടു നെയ്മർ ടു അവിടെ നിന്ന് ഗാവിയിലെ കൊടുക്കുക ഗൈസ്. ഗാവി നെയ്മർ ഞാൻ അടക്കം കിടന്ന് വന്നേ. എൻ്റെ മുത്ത് അച്ചാലെ പാടാ. എല്ലാവരും ഇറങ്ങി വാ ഗ്രൗണ്ടിൽ നിന്ന്, എല്ലാവരും വാ. സീന് എന്ന് പറഞ്ഞാൽ ഗോളാസോ ഒല്ലോ സീന് ഗോൾ ഗൈസ്. നീ എല്ലാം ബായ് വിട്ടി പോടാ, പോയിട്ട് പോ. നമ്മുടെ പുള്ളർത്ത മെസ്സി കണ്ടാടാ, നീ കണ്ടാടാ, എന്നെ കണ്ടാടാ, ഞാനാടാ ഗോളടിച്ചത്. നീ എല്ലാം കണ്ടുപിടിക്കടാ. എല്ലാവരും ഒച്ചപ്പടക്ക് ബാ എടാ ബായ ഓടാല സമയമായി. ഓക്കെ ഗൈസ് പോയിട്ടുണ്ട്. അതവിടെ നിന്ന് കൊടുത്തേ കടന്നൂറുള്ള സ്ലൈഡ് മര്യാദ കണ്ടിട്ടില്ല. സ്ലോ മോഷൻ കണ്ടോ ഗൈസ്. അവിടെ നിന്ന് കൊടുത്ത് ഗാവിന്നൊരു കിടിലൻ ഇതും. ഇതിലും തീരെ കാണുന്നില്ല. കിടന്ന് ഉരുണ്ടിട്ടില്ലേ ശരിയായ സാധനം. കടക്കെന്ന് കയറി നെയ്മർ ജയ് ഗൈസ്. നെയ്മർ അവസാനം അവൻ തന്നെ വരേണ്ടി വന്നു. ഇതിന് കിടിലൻ തന്നെ പറയണം ചെക്കനെ. നെയ്മർ തന്നെയാണ് സാധനം പോയതും ഗൈസ്. ഫസ്റ്റ് സെക്കൻഡ് അസിസ്റ്റ് നെയ്മർ തന്നെയാണ്. ഗാവി ജാവോ ഫെലിക്സ് ബൾഡേ ജാവോ ഫെലിക്സ്. എടാ ഇവിടെ ഇനിയസ്റ്റ് ഉണ്ടായി, ഞാൻ ആലോചിച്ചില്ല ഇനിയസ്റ്റനാ. ജാവോ ഫെലിക്സ് നെയ്മർ. സെക്കൻഡ് ഗോൾ ഒരു നെയ്മറിനെ കൂട്ടി ഒന്നും കൂടി കിട്ടിയെങ്കിൽ കളി പാറും ഗൈസ്. കളി മറിമായും. കളി നൈസ്, ഞാൻ ശ്രദ്ധിച്ചില്ലേ, മറന്നുപോയി. അങ്ങനെ ഗൈസ് നമ്മൾ വിജയം കരസ്ഥമാക്കിയ നെയ്മറും എൻ്റെ ആമത്തെ സെറ്റടാ. കളിയുടെ മാസടാ പോട്ടർ മോനെ. അടുത്ത പ്രാവശ്യം പിടിച്ചോ. എന്ത് പറയാനെന്ന് എല്ലാപ്പം ഞാൻ തോക്കലിനെ കരുതി യുവന്മാരപ്പുറം കളിച്ച കാര്യമില്ല. അങ്ങനെ ഇവൻ പറയുന്നുണ്ടാ ഗൈസ്. എന്തായാലും ഗൈസ് പോസ്റ്റ് എങ്ങനെ നോട്ടെ. നമുക്ക് 45 ഉള്ളൂ, പക്ഷെ എന്നാലും നമ്മൾ ജയിച്ചു. അത്രയുള്ളത് നമുക്ക് വേണ്ട ഗൈസ്. മാൻ ഓഫ് ദ മാച്ച് നമ്മളെ നെയ്മർ തന്നെയാണ്. വന്നിറങ്ങിയത് 65 മിനിറ്റിലാണെങ്കിലും കളിച്ചുകൊണ്ടിപ്പോൾ ഇത് ചെക്കനാണ് കളി ജയിപ്പിച്ചത്. എന്തായാലും നമ്മളെ മെസ്സിനെ അങ്ങനെ ഒഴിവാക്കി പറയാൻ പാടില്ല. കാരണം മെസ്സി ഇത്രയും ലീഗിൽ നല്ലൊരു കോൺട്രിബ്യൂഷൻ തന്നെ മെസ്സി ചെയ്തിട്ടുണ്ട്. മെസ്സിനെ നമ്മളങ്ങനെ ഒഴിവാക്കി പറയാൻ പാടില്ല ഗൈസ്. അത്ലറ്റിക്കോ ജയിച്ചിന്. റയൽ 5-1 ജയിക്കുന്ന കേട്ടോ. വലിയ കളി. റയലിൻ്റെ അപ്പുറം കളി വന്നാൽ പൊട്ടുപോകുന്ന പേടി ഇല്ല ഗൈസ്. റയലിന് നമുക്ക് ഒരേ പോയിൻ്റാണ്. അത്ലറ്റിക്കോ നമ്മളെ തൊട്ട് താഴത്തുണ്ട് ഗൈസ്. സ്ക്രീൻഷോട്ട് എടുക്കാം. എനിവേ ഗൈസ്, അപ്പം നമ്മളെ ഈ ചാലഞ്ച് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്ത മാച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അപ്പം ബൈ.